ഹലോ ഗെയ്സ്, മക്രൂണി മുളകിട്ട കറി വയ്ക്കാം. ആദ്യം ചട്ടി ചൂടാക്കാൻ വയ്ക്കണം. എന്നിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് എണ്ണ മതിയേ. എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഉലുവ ഇടണം. ഉലുവ, കടുക് വേണമെന്നുള്ളവരിട്ടാൽ മതിയേ, നിർബന്ധമില്ല. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, കരിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റണം. കടുക് പൊട്ടുന്നുണ്ടേ. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷമേ ഉള്ളി ഇടാവൂ. ഇനി ഉള്ളി, മീൻകറിക്ക് ശകലം ഉള്ളി മതി. ഒരു സവാള എടുത്തിട്ട് അതിൻ്റെ കാൽ ഭാഗം ശേഷം ഉള്ളി ചുമന്നതിന് ശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം, ഇഞ്ചി ഇടാം. ഇത്ര ഇഞ്ചി മതി. ഇഞ്ചി ഇടാം, തക്കാളി ഇടാം. എല്ലാത്തൊന്ന് വഴറ്റണം. എന്നിട്ട് ശകലം ഉപ്പിടണേ. ഉപ്പിട്ടതിന് ശേഷം കരിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കണം. ഇട്ട് നമ്മൾ പുളി ആവശ്യത്തിന് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട്. പുളി, കുടംപുളി ഉള്ളവർ കുടംപുളി ഇട്ടാലും മതി. എനിക്കിതിപ്പം കുടംപുളി ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിടുന്നു. ഇതിനിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാവരും ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ. എല്ലാവർക്കും എരി എത്രത്തോളം വേണോ അതനുസരിച്ചിട്ടാൽ മതി. വരട്ടിയതിന് ശേഷം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരുപാടങ്ങ് കറുത്ത് കൊണ്ട ഒന്ന് ചുമന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പുളി വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുടംപുളിയല്ല കേട്ടോ, സാദാ പുളിയാണ്. കുടംപുളി ഇടുന്നവരും ഉണ്ട്. ഇതുപോലെ വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കൊത്തി അതോടെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് നമുക്ക് എന്ത് ചെയ്യണമുണ്ട്, ഇതിങ്ങനെ തൊത്തിനെടുത്ത് മാറ്റണം, പുഴിഞ്ഞതിലോട്ടിടണം. എന്നിട്ട് ചാറും കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് കറി എത്രത്തോളം വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് ഇത്രയും കറി വേണം, അതുകൊണ്ട് ഞാൻ ഇത്രയും ചാറ് ചേർത്ത്. ഇനി എടുത്തത് കുരുമുളക് ശകലം ഇടണേ. കുരുമുളക് പൊടി നിർബന്ധമില്ല, വേണമെന്നുള്ളവരിട്ടാൽ മതി. കുരുമുളക് ഇടുമ്പോഴത്തേക്ക് ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയാണ്. ഇനി ഇത് നമുക്ക് അടച്ചിടാം. തിളച്ചതിന് ശേഷം മീനിടാവും. തിളച്ചാണെന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇട്ടിട്ട് നമുക്ക് മീൻ അതിലോട്ട് ഇടാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനാണ്. മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് പൊരിക്കാനായിട്ട് വിരവി വയ്ക്കാം. ഇതിൽ നിന്ന് ഓരോന്ന് പറക്കി ഇതിലോട്ടിട്ട് അരപ്പ് പുരട്ടി
10 മിനിറ്റ് വെക്കണം അരപ്പ് പിടിക്കാനായിട്ട്. പാത്രങ്ങളെല്ലാം നിരന്ന് കിടക്കുവാണ് കേട്ടോ. ഉണ്ടാ എല്ലാം കഴിഞ്ഞതിന് ശേഷമേ കഴുകി പറക്കാവൂ. അതാണ് എല്ലാം നിരന്ന് കിടക്കുന്നു. മീനിനി മുളക് പുരട്ടി വെച്ചിട്ട് 10 മിനിറ്റ് ഇരുന്നതിന് ശേഷം പൊരിക്കാവൂ. അപ്പോഴത്തേക്കും നമുക്ക് അരപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വരും കേട്ടോ. നമ്മൾ അരപ്പ് പുരട്ടി ഉടനെ പൊരിക്കരുത് കേട്ടോ. നല്ല പരുവുള്ള മക്രൂണിയാണ്, നല്ല പരുവുണ്ടാവും. ഒന്നുകൂടി നോക്കാം, തിളച്ച്. നമുക്കൊന്ന് വേണ്ടിക്ക് ശകലം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടെ വറ്റട്ടെ. കറി ഇത്രയും വേണ്ട, ഇതുകൂടെ വറ്റി കിട്ടും. പൊരിക്കാനുള്ളത് വരെ വെച്ചേക്കുന്നു. ഇനി പാത്രങ്ങളൊക്കെ എന്തായി നമുക്ക് നോക്കാം. കറി ഏതാണ്ടൊക്കെ വറ്റി. കരിയേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. ചിലർ ലാസ്റ്റാണ് കരിയേപ്പില ഇടുന്നത്. അങ്ങനെ ഇടുന്നവർക്കും കുഴപ്പമില്ല കേട്ടോ. ഇത് ഞാൻ നേരത്തെ ഇട്ട് കണ്ടേ. ഒരു സ്വല്പം കൂടെ മുളകിട്ട കറി ഇതുപോലെയാണ് വയ്ക്കുന്നത്. തേങ്ങയുടെ ആവശ്യമേ ഇല്ല നമുക്ക്. ഉപ്പൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്കിത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോഴത്തെ തന്നെ ഓഫ് ചെയ്യാം, കുഴപ്പമില്ല. കറി ആയിട്ടുണ്ടേ. നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ടിനി മീൻ പൊരിക്കാൻ വയ്ക്കാം. നമുക്ക് മീൻ വറുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കണം. അപ്പോൾ അതിൻ്റെ അവിടെ കിടന്ന് ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കും. ഇത് ഒരു വശം മൊരിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. പാത്രങ്ങളെല്ലാം കഴുകി ഇനി ഒന്നുകൂടി വൃത്തിയാക്കാനുണ്ട് ഇവിടെ. ഇനിയും പൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മതി, നമുക്ക് ഓഫ് ചെയ്തിടാം. ഇത് വറുത്തിട്ട് കോരി വെക്കുന്നവർക്ക് കോരി വയ്ക്കാം. അപ്പോൾ ഈ എണ്ണയുടെ അംശമൊന്നും ഉണ്ടാകത്തില്ല. കോരി വേറൊരു പാത്രത്തിൽ വെക്കുന്നവർക്ക് വയ്ക്കാം, അല്ലാത്തവർക്ക് ഇങ്ങനെ തന്നെ വെച്ചേക്കാം. ഞാൻ ഇത് കോരി വയ്ക്കും ഒരു പാത്രത്തിലോട്ട്. അപ്പോൾ ശരി, ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. ഇത് ഈ സ്റ്റാൻഡെന്ന് പറയുന്നത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പം നമ്മൾ ആവശ്യത്തിനുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങനെ വയ്ക്കുക. ഇത് വേണ്ട വെച്ചിട്ടിങ്ങനെ അടച്ചിട്ടേക്കുക. നല്ലതാണ്. നമുക്ക് എല്ലാ സാധനങ്ങളും വയ്ക്കാനുള്ളതുകൊണ്ട്, സോപ്പ് വയ്ക്കാനുള്ളതും എല്ലാം ഉണ്ട്. സ്പൂണുകളിടാൻ, കത്തികൾ വയ്ക്കാൻ എല്ലാം ഈ സ്റ്റാൻഡിൽ ഉൾപ്പെടെ ഉള്ളതാണ്. ഈ സ്റ്റാൻഡിൻ്റെ വിലയെന്ന് പറയുന്നത് 3000-നകത്തേ ഉള്ളൂ. വേണമെന്നുള്ളവർക്ക് ഞാൻ ലിങ്ക് ഇട്ട് തരാം, പറഞ്ഞാൽ മതി. എല്ലാം കൊള്ളാം. ശരി, ഇത്രയേ ഉള്ളൂ. ശരി, ഓക്കേ.